ഇസ്ലാമിൻ്റെയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും കൊടിയ ശത്രുവായിരുന്ന അബൂജഹൽ. ആ അബൂജഹലിൻ്റെ മകൻ ഇക്രിമ ബിൻ അബൂജഹൽ മുസ്ലിമായ മനോഹരമായ കഥയാണിന്ന്. ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് കിടക്കുന്ന അബൂജഹലിൻ്റെ അടുത്തേക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു വന്നിട്ട് പറയുന്നത്, ഫിർഔന് ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൻ്റെ ഫിർഔനാണ് അബൂജഹൽ എന്നതാണ്. അത്രമേൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും മുസ്ലിങ്ങളെയും കൊടൂരമായി പീഡിപ്പിച്ച, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ വേണ്ടി ഓരോ അവസരവും കാത്തിരുന്ന, പ്രവാചകനെ വേദനിപ്പിക്കാൻ കിട്ടിയ ഒരവസരവും പാഴാക്കാത്ത അത്രമേൽ കൊടിയ ശത്രുവായിരുന്നൊരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ മകൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന മനോഹരമായ ചരിത്രം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വലിയ പ്രാർത്ഥനയായിരുന്നു ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത്, അള്ളാഹുവെ രണ്ടാലൊരു ഉമറിനെ കൊണ്ട് നീ ദീനിനെ ശക്തിപ്പെടുത്തണേ എന്ന്. അതിൽ ഒന്നുദ്ദേശിച്ചിരുന്നത് ഈ അബൂജഹലിനെയായിരുന്നു. ആമിർ ബിൻ ഹിഷാം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ശരീരപ്രകൃതമാലും അദ്ദേഹത്തിൻ്റെ ബുദ്ധി വൈഭവത്താലും അത്രമേൽ വലിയ പാണ്ഡിത്യവും അത്രമേൽ കുശാഗ്ര ബുദ്ധിക്കാരനുമായിരുന്നു അബൂജഹൽ. അതുകൊണ്ട് തന്നെ അബുൽ ഹക്കം എന്നതായിരുന്നു ആദ്യകാലത്ത് അദ്ദേഹത്തെ എല്ലാവരും വിളിച്ചിരുന്നത്. അത്രമേൽ അദ്ദേഹത്തിന് ബുദ്ധിമാനായിരുന്നു. എന്നിട്ടും അത്രമേൽ പകൽ പോലെ വെളിച്ചമായ ഇസ്ലാമിൻ്റെ സത്യത്തെ അദ്ദേഹം കണ്ണടച്ചിരുട്ടാക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തെ അബൂജഹൽ എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുന്നത്. മറ്റൊന്ന്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ തന്നെ അത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചായിരുന്നു. രണ്ടുപേരും അന്ന് മക്കയിലുണ്ടായിരുന്ന രണ്ട് ശക്തരായ വ്യക്തിത്വങ്ങൾ. കുടുംബ മഹിമ കൊണ്ടും നേതൃത്വ പാടവങ്ങൾ കൊണ്ടും യുദ്ധ കഴിവുകൾ കൊണ്ടും അത്രമേൽ പ്രസിദ്ധരായിരുന്ന രണ്ട് മനുഷ്യർ. ആ രണ്ട് മനുഷ്യരുടെയും അതേ പതിപ്പുകളായിരുന്നു അവരുടെ രണ്ട് മക്കളും എന്നതാണ് ചരിത്രം നമ്മോട് പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇബ്നു ഉമർ എന്ന മകനും അബൂജഹലിൻ്റെ ഇക്രിമ എന്ന മകനും. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ വേണ്ടി അവിടുത്തെ എല്ലാ അടവുകളും പയറ്റിക്കൊണ്ട് ബദർ യുദ്ധത്തിൻ്റെ വിളിയാളത്തിലേക്ക് എത്തുകയാണ്. ഈ യുദ്ധത്തോടുകൂടെ ഇസ്ലാമിനെയും പ്രവാചകനെയും ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും എന്നതായിരുന്നു 1000-ഓളം വരുന്ന വലിയ മക്ക മുശ്രിക്കീങ്ങളുടെ സൈന്യത്തിൻ്റെ വലിയ വെല്ലുവിളിയും ആഹ്വാനവും ഒക്കെ. അങ്ങനെയാണ് അവർ വെറും 313 ആളുകളോടായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ബദറിൽ എത്തിച്ചേരുന്നത്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിലേക്കാണ് നമ്മൾ ഈ അവസരത്തിൽ സഞ്ചരിക്കേണ്ടത്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മനോഹരമായിട്ട് അതിനെ ആവിഷ്കരിക്കുന്നുണ്ട്. ബദർ യുദ്ധത്തിന് എല്ലാവരും അണിനിരന്ന് കഴിഞ്ഞപ്പോൾ അബ്ദുറഹ്മാൻ തങ്ങൾ നോക്കുമ്പോൾ തൻ്റെ വലതുഭാഗത്ത് ഒരു ചെറിയ കുട്ടി, ഒരു യുവാവ്, ഇടതുഭാഗത്ത് നിന്നൊക്കെ നോക്കുമ്പോൾ അവിടെയും ചെറിയൊരു കുട്ടി. അദ്ദേഹം അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇത്രയും വലിയ സൈന്യത്തോട് യുദ്ധം ചെയ്യാൻ നിൽക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് ശക്തരായ 2 ആളുകളാണെന്നുണ്ടെങ്കിൽ എനിക്കതൊരു ശക്തി ലഭിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 ചെറിയ കുട്ടികളാണ്, ഞാൻ എന്താണ് ഇവരെ കൊണ്ട് ചെയ്യുക എന്നതൊക്കെയായിരുന്നു അദ്ദേഹം വിചാരിക്കുന്നത്. അതെല്ലാം അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വലതുഭാഗത്ത് നിന്നിരുന്ന ആ കുട്ടി അദ്ദേഹത്തിൻ്റെ തോളിൽ ഇങ്ങനെ തട്ടിയിട്ട് ചോദിക്കുന്നത്, ഈ അബൂജഹൽ എവിടെയാണ്? അബ്ദുറഹ്മാൻ ഔഫ് തങ്ങൾ അത്ഭുതപ്പെട്ടു ചോദിക്കുന്നു, എന്തിനാണ് അബൂജഹലിനെ? അദ്ദേഹം അത്രയും വലിയ ശാരീരിക പ്രകൃതമുള്ള, അത്രയും വലിയ മനുഷ്യൻ, അത്രയും നീളവും ഉയരവും ഒത്ത തടിയൊക്കെയുള്ള അത്രയും ശക്തനായ മനുഷ്യൻ. ഈ കുട്ടി പറയുന്നുണ്ട്, ഞങ്ങൾ മദീനയിൽ നിന്നാണ്, ഞങ്ങൾ ഇതുവരെ അബൂജഹലിനെ കണ്ടിട്ടില്ല. പക്ഷേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ അനുചരരെയും അത്രമേൽ ക്രൂരമായി പീഡിപ്പിച്ചിരുന്ന അബൂജഹലിനെ എനിക്ക് കൊല്ലണം. ആ ചെറിയ കുട്ടി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളോട് പറയുന്നതാണ്. അബ്ദുറഹ്മാൻ ഔഫ് തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ വരുമ്പോൾ കാണിച്ചു തരാമെന്ന് പറയുന്നു. അതേ സമയത്ത് തന്നെ ഇടത്തുഭാഗത്ത് നിന്നിരുന്ന ആ കുട്ടിയും അബ്ദുറഹ്മാൻ ഔഫ് തങ്ങളെ ചുമലിൽ ഇങ്ങനെ തട്ടുന്നു. ചോദിക്കുമ്പോൾ അതേ ചോദ്യം, എവിടെയാണ് അബൂജഹൽ? 2 ചെറിയ കുട്ടികളാണ് എന്ന് തെറ്റിദ്ധരിച്ചിരുന്ന, അവരുടെ പ്രായവും അവരുടെ നീളവും അവരുടെ വലുപ്പമൊക്കെ കണ്ട് തെറ്റിദ്ധരിച്ചിരുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ആ 2 കുട്ടികളും ചോദിക്കുന്നത്, ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിരുന്ന അവരുടെ നേതാവിനെ, ശത്രുപക്ഷത്തിൻ്റെ നേതാവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന 2 യുവാക്കളെയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കാണുന്നത്. അങ്ങനെ അബൂജഹൽ ആ യുദ്ധമുഖത്തേക്ക് കടന്നു വരുന്നു. അത്രയും വലിയ മനുഷ്യനാണ്. ആ മനുഷ്യനെ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു ഇവർക്ക് 2 പേർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. യുദ്ധം തുടങ്ങിയ ആദ്യ നിമിഷം തന്നെ ഈ 2 പേരും സിംഹത്തെ പോലെ ഗർജിച്ചുകൊണ്ട് അബൂജഹലിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയും 2 പേരും ചേർന്ന് അബൂജഹലിനെ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ വെട്ടിവീഴ്ത്തുകയും ചെയ്യുന്നു. അബൂജഹലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖകരമായൊരു വാർത്ത അത് തന്നെയായിരുന്നു. വലിയ ശത്രുക്കളോട് ഏറ്റുമുട്ടി മരിക്കുകയാണെങ്കിൽ ഒരു ധീരതയായിട്ട് കണക്കാക്കാമായിരുന്നെങ്കിലും ഇത് മദീനയിലുള്ള 2 ചെറിയ കുട്ടികളോടാണ്
യുദ്ധത്തിൽ അദ്ദേഹം പടവെട്ടിക്കൊണ്ട് ഈ ഭൂമുഖത്ത് നിന്നും മരിച്ചു വീഴുന്നത്. അങ്ങനെയാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ അടുത്തേക്ക് ഈ ചരിത്ര നിമിഷം എത്തുന്നത്. തൻ്റെ പിതാവ് മരിച്ചു കിടക്കുന്നത് കണ്ട ഇക്രിമ ബിൻ അബൂജഹൽ ആ യുദ്ധമുഖത്ത് നിന്നും അലറുകയാണ്. അത്രമേൽ ദേഷ്യത്തോടുകൂടെ ഇതുവരെ ഉണ്ടായിരുന്ന കുടുംബപരമായ അല്ലെങ്കിൽ നേതൃത്വ പാഠപരമായ അല്ലെങ്കിൽ തൻ്റെ പിതാവ് ദേഷ്യപ്പെടുന്നു എന്നതുകൊണ്ട് മാത്രം ദേഷ്യപ്പെട്ടിരുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും മുസ്ലിങ്ങളെയും ഇനി തൻ്റെ സ്വയം പേരിൽ അല്ലെങ്കിൽ വ്യക്തിപരമായ പേരിൽ കൂടി അദ്ദേഹത്തിന് വലിയ കൊടിയ പക അവശേഷിക്കുകയാണ്. തൻ്റെ പിതാവിനെ കൊന്ന ആ മുസ്ലിങ്ങളോട് ഏതു വിധേനയും പ്രതികാരം ചെയ്യണം എന്നതായിരുന്നു ഇക്രിമയുടെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ ബദർ യുദ്ധത്തിൽ നിന്ന് അവർ പരാജയപ്പെട്ടുകൊണ്ട് അത്രമേൽ വേദനയോടെയാണ് ഇക്രിമ നാട്ടിലേക്ക് മക്കയിലേക്ക് മടങ്ങുന്നത്. അതിനുശേഷം അതിന് പകരം വീട്ടാനാണ് അവർ ഉഹുദിലേക്ക് എത്തുന്നത്. ഉഹുദിൽ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള 2 സൈന്യങ്ങൾ, അതിൽ ഒന്നിൻ്റെ നേതാവ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആണ്. നമ്മൾ നേരത്തെ ഈ സീരീസിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മനോഹരമായ ചരിത്രം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അത് കേൾക്കാത്ത ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അത് കാണണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കീഴിൽ 700 ആളുകളും മറ്റൊരു സൈന്യം ഇക്രിമ ബിൻ അബൂ ജഹലിൻ്റെ കീഴിൽ മറ്റൊരു 700 ആളുകളുമുള്ള 2 സൈന്യമായിക്കൊണ്ടാണ് ഉഹുദിൽ മുസ്ലിങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് ശത്രുക്കൾ എത്തുന്നത്. അബൂജഹലിൻ്റെ വിയോഗത്തിന് ശേഷം ആ സമൂഹത്തിൻ്റെയും തൻ്റെ ഗോത്രത്തിൻ്റെയും ഒക്കെ നേതൃപാടവങ്ങളിലേക്ക് ഇക്രിമ ചെന്ന് കയറുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കാണുന്നത്. ഉഹുദിൽ നമ്മൾ പലവട്ടം ഈ സീരീസിൽ ചർച്ച ചെയ്തതുപോലെ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഉഹുദിൻ്റെ മലക്ക് മുകളിൽ നിർത്തിയിരുന്ന 50 അമ്പെയ്ത്തുകാർ യുദ്ധം അവശേഷിക്കാതെ നിങ്ങൾ ഇറങ്ങി വരരുത് എന്ന് പറഞ്ഞിട്ടും യുദ്ധം അവശേഷിച്ചു എന്ന് കരുതി ശത്രുക്കൾ തോറ്റോടി കഴിഞ്ഞപ്പോൾ അനീമത്തും മുതലുകൾ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അതിലെ 40 ആളുകൾ ഇറങ്ങി വരുന്നു. ആ അവസരം പ്രയോഗിച്ചുകൊണ്ട് തന്ത്രശാലിയായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു തോറ്റോടിയിരുന്ന തൻ്റെ തോറ്റ പടയുമായിട്ട് അദ്ദേഹം ആ ഉഹദ് രണാങ്കണത്തിലേക്ക് ആ മലക്ക് മുകളിലൂടെ കയറി വരികയും അവിടെ ശേഷിച്ചിരുന്ന 10 ആളുകളെയും കൊലപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഉഹദിൻ്റെ രണാങ്കണത്തിലേക്ക് വരികയും അവിടെ നിന്ന് ബാക്കിയുള്ള അവശേഷിക്കുന്ന മുസ്ലിങ്ങൾക്ക് കൊടിയ അക്രമങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട് തുൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെയും മിസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെയൊക്കെ കഥ നമ്മൾ അവിടെ വീണ്ടും ഈ ചരിത്രത്തിൽ ഈ സീരീസിൽ സൂചിപ്പിച്ചതാണ്. അത്രമേൽ ദുഷ്കരമായ യുദ്ധമായിട്ട് ഉഹദ് ചരിത്രത്തിൽ പിന്നീട് മാറുന്നത് ഈ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇക്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെയൊക്കെ ഈ തന്ത്രങ്ങൾ കൊണ്ടാണ്. അങ്ങനെ യുദ്ധം അവർ വിജയിക്കുകയും യുദ്ധശേഷം അബൂ സുഫിയാൻ ഈ ഇക്രിമയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചുമലിൽ തട്ടിയിട്ട് പറയുന്നു, ഇത് ബദറിനുള്ള പ്രതികാരമാണ്. പക്ഷേ അപ്പോഴും ഇക്രിമയുടെ പ്രതികാരാഗ്നികൾ അടങ്ങിയിട്ടില്ല. കാരണം തൻ്റെ പിതാവിനെ കൊന്ന, തൻ്റെ പിതാവിൻ്റെ കൊടിയ ശത്രുവായിരുന്ന, മുസ്ലിങ്ങളുടെ നേതാവായിരുന്ന പ്രവാചകൻ മുഹമ്മദിനെ കൊല്ലാൻ എനിക്കായിട്ടില്ല. ആ പ്രതികാരദാഹവുമായിട്ടാണ് വീണ്ടും അവർ ഖന്തക് യുദ്ധത്തിലേക്ക് വരുന്നത്. പക്ഷേ അന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തുപോലും എത്താനാകാതെ അവർ അതേ പ്രതികാരദാഹങ്ങൾ ഇരട്ടിയായിക്കൊണ്ടാണ് ഇക്രിമ വീണ്ടും മക്കയിലേക്ക് തന്നെ മടങ്ങുന്നത്. ആ യുദ്ധങ്ങൾക്ക് ശേഷമാണ് തൻ്റെ ബന്ധുവും തൻ്റെ പോർക്കളത്തിൽ പോരാടുന്ന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് മാറുന്നു എന്ന വാർത്ത ഇക്രിമയോട് പറയുന്നത്. ഞാൻ ഇസ്ലാമിലേക്ക് മാറാൻ പോവാണ്. ആ സമയത്ത് ഇക്രിമ ചോദിക്കുന്നുണ്ട്, എന്ത്, എൻ്റെ പിതാവിനെ കൊന്ന അതേ മതത്തിലേക്കാണോ നീ ചെല്ലുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഇക്രിമ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ ഒരുപാട് ശകാരിക്കുന്നുണ്ട്. ഇക്രിമ പറഞ്ഞിട്ട് ബോധ്യപ്പെടുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ പ്രമുഖരായ പല ശത്രു നേതാക്കളെയും വിളിച്ചുകൊണ്ട് വന്നുകൊണ്ട് ഖാലിദ് റളിയല്ലാഹു അൻഹുവിനോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഖാലിദ് റളിയല്ലാഹു അൻഹു അത്രമേൽ ദൃഢമായി ആ തീരുമാനം എടുത്തിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം തിരിച്ച് മദീനയിലേക്ക് ചെല്ലുകയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ചെന്നുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുന്ന മനോഹരമായ കാഴ്ചകളൊക്കെ ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് ഇക്രിമയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറാതെ എന്തു വില കൊടുത്തും പ്രവാചകനെ വധിക്കുക, ഇസ്ലാമിനെ തകർക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വലിയ അജണ്ട. അങ്ങനെയാണ് വർഷങ്ങൾക്കിപ്പുറം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മുസ്ലിങ്ങളും തങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിച്ചുകൊണ്ട് മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഫത്ഹ് മക്കയുടെ വിളിയാളവുമായിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 10,000-ഓളം വരുന്ന മഹാസഖ്യവുമായിട്ട് മക്കയിലേക്ക് പുറപ്പെടുന്നത്. ആ വാർത്തയറിഞ്ഞ മക്കക്കാർ എല്ലാവരും കിടുകിട വിറക്കുകയാണ്. കാരണം അത്രമേൽ ക്രൂരമായി പീഡിപ്പിച്ച കുറച്ച് മനുഷ്യരെ, ഉപരോധങ്ങളിൽ ഏർപ്പെടുത്തിയ കുറച്ച് മനുഷ്യർ, പട്ടിണിക്കിട്ട് പീഡിപ്പിച്ച അവരുടെ അടിമകളെയും യജമാനന്മാരെയും സ്വതന്ത്രരെയും കുട്ടികളെയും സ്ത്രീകളെയും എല്ലാവരെയും നിഷ്കരണം അത്രമേൽ പീഡിപ്പിച്ചിരുന്ന, ഇവിടെ നാട്ടി ഓടിച്ചിരുന്ന മനുഷ്യർ അവർ മറ്റൊരു നാട്ടിൽ പോയി എല്ലാം നേടിയെടുത്ത്, ഞങ്ങളുടെ മേൽ എല്ലാ വിജയവും നേടിയെടുത്തുകൊണ്ട്
തിരിച്ച് ഈ നാട് കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ ഏതു വിധേനയും തങ്ങൾ കൊല ചെയ്യപ്പെടാം എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് മക്ക മുശ്രിക്കീങ്ങൾ ആ ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. പക്ഷേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന കാരുണ്യക്കടലായ മുത്ത് ഹബീബിൻ്റെ കാരുണ്യത്തിൽ അവർക്ക് അത്രമേൽ വിശ്വാസം ഉണ്ടായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് പുറത്തു കൊടുക്കും എന്ന വിശ്വാസവും അവരുടെ ഉള്ളിൽ ചെറുതായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചരിത്രത്തിൽ ഏറ്റവും മനോഹരമായ പ്രതികാരം അവരോട് ചെയ്യുന്നത്. പ്രവാചകർ സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, ഒരു തുള്ളി രക്തം പോലും നിങ്ങൾ ചിന്തരുത്. മക്കയിലുണ്ടായിരുന്ന ഉറുമ്പുകളോടും വഴിയിലുണ്ടായിരുന്ന നായകളോട് പോലും കാരുണ്യത്തിൻ്റെ ദീപ്ത സ്പർശവുമായിട്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ മനോഹരമായ ഒരു ഏടാണ് ഫത്ഹ് മക്ക എന്നുള്ളത്. അത്രമേൽ പാഠങ്ങൾ ആ ഫത്ഹ് മക്ക നമ്മോട് പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുചരരും മക്കയിലേക്ക് എത്തുന്നു. പ്രവാചകൻ പറയുന്നുണ്ട്, എൻ്റെ സഹോദരൻ യൂസുഫ് നബി അലൈഹി സ്വലാം എന്താണോ അവരുടെ സമൂഹത്തോട് പറഞ്ഞത് അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഇന്ന് നിങ്ങളെല്ലാവരും നിർഭയരാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വീടുകളിൽ അഭയം പ്രാപിക്കുക, നിങ്ങളെ ആരും ഒന്നും ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെല്ലാവരെയും വെറുതെ വിടുകയാണ്. അത്രമേൽ തങ്ങളെ പീഡിപ്പിച്ചിരുന്ന, പട്ടിണിക്കിട്ട, ഉപരോധം ഏർപ്പെടുത്തി അവർക്ക് എല്ലാവർക്കും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തു കൊടുക്കുന്നു. ആ സമയത്താണ് നമ്മുടെ ഇക്രിമ ബിൻ അബൂ ജഹലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ടായിരുന്ന വഴി എന്നുള്ളത് ഒന്ന് അവിടേക്ക് എത്തുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും അനുചരരോടും യുദ്ധം ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ ശാരീരികവും മാനസികവുമായി എല്ലാവിധ തളർച്ചകളിലൂടെയും കടന്നു പോകുന്ന ഈ മക്ക മുശ്രിക്കുകളുമായിട്ട് ഇനിയൊരു യുദ്ധത്തിന് പുറപ്പെടുക, അത് വെച്ചുകൊണ്ട് മുസ്ലിങ്ങളെ അതിജയിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമായിരുന്നു. കാരണം എല്ലാ യുദ്ധങ്ങളിലും പരാജയപ്പെട്ട് മുസ്ലിങ്ങൾ അവരുടെ അധികാരങ്ങൾ ചെലുത്തിയ സമയത്ത് വീണ്ടും ഒരു യുദ്ധത്തിന് പുറപ്പെടുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ ഒരു കാര്യമായിരുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പൊരുതി തോറ്റ് മരണം വരിക്കുക എന്നുള്ളതാണ്. രണ്ടും കൽപ്പിച്ച് യുദ്ധത്തിന് ഇറങ്ങി ചെല്ലുക, മുസ്ലിങ്ങളോട് പടപൊരുതി മരണം വരിക്കുക എന്നുള്ളത്. പക്ഷേ ഒരു കാരണവുമില്ലാതെ ആദർശപരമായി ഞങ്ങൾ അത്രമേൽ ഹീനമായ, ഞങ്ങൾ അത്രമേൽ വെറുക്കുന്ന ഒരു സമൂഹത്തിൻ്റെ വാളേറ്റിട്ട് ഒരു കാരണവുമില്ലാതെ ജീവൻ വെടിയുക എന്നുള്ളത് ഇക്രിമയെ സംബന്ധിച്ചിടത്തോളം അതും അദ്ദേഹത്തിന് അസാധ്യമായ, അല്ലെങ്കിൽ അദ്ദേഹം വെറുക്കുന്ന ഒരു കാര്യമായിരുന്നു. മൂന്നാമത്തെ അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്ന ഒരു വഴി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ കീഴടങ്ങിക്കൊണ്ട് ഇസ്ലാം ഭരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഏറെക്കുറെ ആ വഴിയും അദ്ദേഹത്തിന് മുന്നിൽ അസാധ്യമായിട്ട് കിടക്കുകയാണ്. കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫത്ഹ് മക്കയിലേക്ക് വരുന്ന വേളയിൽ പ്രവാചകൻ പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനം ഇക്രിമയുടെ കാതുകളിൽ എത്തിയിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞത്, മക്കയിലെ ഒരാളെയും നിങ്ങൾ വേദനിപ്പിക്കരുത്, ഒരു തുള്ളി രക്തം പോലും നിങ്ങൾ ചിന്തരുത്, 4 ആളുകളുടെ അല്ലാതെ 4 ആളുകളെ നിങ്ങൾ എവിടെ കണ്ടാലും കൊന്നുകളയുക എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. അവർ കഅബയുടെ കില്ല പിടിച്ചിട്ടിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ അവരെ കൊന്നുകളയണമെന്നായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനം. കാരണം അത്രമേൽ ഹീനമായ, അത്രമേൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്തിനെയും ക്രൂരമായിട്ട് പീഡിപ്പിച്ചിരുന്ന, അത്രമേൽ ശത്രുത വെച്ച് പുലർത്തിയിരുന്ന 4 ആളുകളെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതിലൊന്നാമത്തെയാൾ നമ്മുടെ കഥാപാത്രമായ ഇക്രിമ ബിൻ അബൂ ജഹലാണ്. എവിടെ കണ്ടാലും നിങ്ങൾ അവരെ കൊന്നുകളയുക എന്നാണ് പ്രവാചകൻ പറഞ്ഞിരുന്നത്. അതിലുണ്ടായിരുന്ന മറ്റു 3 ആളുകൾ അബ്ദുല്ലാഹിബിൻ ഖത്താൽ, മിഖ്യാസ് ബിൻ സ്വബാബ്, അബ്ദുല്ലാഹിബിൻ സഅദ് ബിൻ അബി സർറാഹ് എന്നീ 4 ആളുകളെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടിയ ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ച് എവിടെ കണ്ടാലും നിങ്ങൾ കൊന്നുകളയണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ കീഴടങ്ങിക്കൊണ്ട്, അല്ലെങ്കിൽ പ്രവാചകന് മുന്നിൽ കീഴടങ്ങിക്കൊണ്ട് ഇസ്ലാം മരിക്കുക എന്നുള്ളത് അതും ഇക്രിമയുടെ മുന്നിൽ അസാധ്യമായൊരു വഴിയായിരുന്നു. മറ്റൊരു വഴി എന്നുള്ളത് നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യുക എന്നുള്ളതാണ്. ഇക്രിമയെ സംബന്ധിച്ചിടത്തോളം ഈ നാടിൻ്റെ നേതാവായിട്ട് അധിവസിക്കേണ്ടവരാണ്. അബൂജഹലിന് ശേഷം ഈ നാടിൻ്റെ നേതൃസ്ഥാനങ്ങളിലേക്ക് കയറി ചെല്ലേണ്ടവരാണ്. മക്കയുടെ പുത്രനാണ്. പക്ഷേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മുസ്ലിങ്ങളും ഇവിടെ വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഇവിടെ നിൽക്കാൻ ഗതിയില്ലാതെ അങ്ങനെ ഇക്രിമ ബിൻ അബൂ ജഹലിൻ്റെ മുന്നിലുണ്ടായിരുന്ന ഏക വഴി നാട് വിട്ടു പോവുക എന്നുള്ളതായിരുന്നു. അബ്ദുൽ മുത്തലിബിന്റെ മകനുമായിരുന്ന ഹാരിസിന്റെ മകൾ ഉമ്മു ഹക്കീമായിരുന്നു ഈ ഇക്രിമയുടെ ഭാര്യ. വളരെയധികം ബുദ്ധിമതിയായ, സുന്ദരിയായിരുന്ന, യുദ്ധപോർക്കളങ്ങളിലെല്ലാം ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിട്ട് വർത്തിച്ചിരുന്ന, തൻ്റെ ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ പിതാവിൻ്റെയും അതേ ഇഷ്ടാനുസരണങ്ങൾക്കനുസരിച്ച് പ്രതികരിച്ചിരുന്ന, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്തിനെയൊക്കെ കൊടിയ ശത്രുവായി കണ്ടിരുന്നവളായിരുന്നു ഈ ഉമ്മു ഹക്കീം. ഈ യുദ്ധത്തിലെല്ലാം തങ്ങളുടെ അനുയായികളുടെ ചോര തിളപ്പിക്കുന്ന കവിതകൾ പാടിക്കൊണ്ട് അവരെ പോർമുഖത്തേക്ക് പറഞ്ഞയക്കുന്ന ഡ്യൂട്ടി ആയിരുന്നു ഇവരൊക്കെ അന്ന് ചെയ്തിരുന്നത്.
അത്രമേൽ ധീരയായിരുന്ന, സുന്ദരിയായിരുന്ന, ബുദ്ധിമതിയായിരുന്ന സ്ത്രീയായിരുന്നു ഉമ്മു ഹക്കീം. ഇക്രിമ നാട് വിടാൻ ഒരുങ്ങി തയ്യാറായി നിൽക്കുമ്പോൾ ഭാര്യ ചെന്നിട്ട് ഭർത്താവിനോട്, ഈ ഇക്രിമയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ നാട് വിട്ടു പോവുകയാണ്. നിങ്ങൾ എവിടേക്ക് പോകാനാണ്? എല്ലായിടത്തും അറേബ്യ മുഴുവനും മുഹമ്മദിൻ്റെ കീഴിലാണ്. ഇപ്പോൾ നമ്മൾ എവിടെ ചെന്നാലും അദ്ദേഹത്തിൻ്റെ കൈകളിലാണ് ചെന്നുപെടുക. അദ്ദേഹം പറയുന്നുണ്ട്, ഇല്ല, ഞാൻ യമന് തുറമുഖം വഴി മറ്റേതെങ്കിലും നാട്ടിലേക്ക് ചെന്ന് അഭയം പ്രാപിക്കുകയാണ്, അബ്സീനിയയിലേക്ക് പോവുകയാണ്. അവിടെ നമുക്ക് പരിചയമുള്ള ആളുകളുണ്ട്, ഞാൻ അവിടെ പോയി അഭയം പ്രാപിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇക്രിമ ഇവിടെ നിന്ന് നാട് വിട്ടുകൊണ്ട് പോകുന്നത്. അങ്ങനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുചരരും മക്കയിലേക്ക് എത്തുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് ഇക്രിമ ഇതുപോലെ യമനിലേക്ക് നാട് വിട്ടു പോവുകയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലെത്തി എല്ലാവർക്കും പൊതുവായിട്ട് മാപ്പ് പ്രഖ്യാപിക്കുന്നു, എല്ലാവരെയും വെറുതെ വിടുന്നു, ഒരാളെയും ആക്രമിക്കാതെ എല്ലാവരെയും വെറുതെ വിടുകയാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ അവസരത്തിലാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ കാരുണ്യദീപ്തം സ്പർശിച്ച കുറേശ്ശികളുണ്ടായിരുന്ന പല ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട് ഫത്ഹ് മക്കയുടെ വേളയിൽ. ആ അവസരത്തിൽ ഏറ്റവും പ്രഖ്യാതമായിട്ട് നമ്മൾ പറയേണ്ട 10 ആളുകൾ അഥവാ 10 സ്ത്രീകൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഇസ്ലാം ആശ്ലേഷവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരികയാണ്. അതിലേറ്റവും മുന്നിലുണ്ടായിരുന്നത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അത്രയും പ്രിയപ്പെട്ട മനുഷ്യനായിരുന്ന, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എളാപ്പയായിരുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊടും ക്രൂരമായിട്ട് കൊലപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ കരൾ പറിച്ചെടുത്ത് കടിച്ച് തുപ്പിയ ഹിന്ദ് എന്ന ക്രൂരയായ സ്ത്രീയായിരുന്നു പ്രവാചകന് മുന്നിലേക്ക് മുഖം മറച്ചുകൊണ്ട് വന്നിരുന്നത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് കലിമ ചൊല്ലിക്കൊടുക്കുകയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പ്രവാചകൻ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ മുഖം മറച്ചിട്ട് വേണം വരാൻ. നമ്മൾ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ കഥ ഈ സീരീസിലൂടെ പറഞ്ഞു വെച്ചപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന വഹ്ഷിയോടും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതേ വാക്യം ആവർത്തിക്കുന്നുണ്ട്, എൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങൾ മുഖം മറച്ചിട്ട് വേണം വരാൻ, കാരണം നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ഹംസയെ ഓർമ്മ വരും. എത്രത്തോളം ഹംസ റളിയല്ലാഹു അൻഹു പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രിയപ്പെട്ടവനായിരുന്നുവെന്ന് നമ്മൾ ആ വീഡിയോയിലൂടെ സംസാരിച്ചതാണ്. അങ്ങനെ ഹിന്ദിന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തു കൊടുക്കുന്നു. ആ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു സ്ത്രീ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബന്ധുവായിരുന്ന ഇക്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയായിരുന്ന ഉമ്മു ഹക്കീമായിരുന്നു. ഉമ്മു ഹക്കീമിനും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തു കൊടുക്കുന്നു. അത്രമേൽ മുസ്ലിങ്ങൾക്കും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊക്കെ കൊടിയ ശത്രുവായിരുന്ന ഉമ്മു ഹക്കീമും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കാരുണ്യ സ്പർശത്താൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഇസ്ലാമിലേക്ക് എത്തിയ ഉടനെ ഈ ഉമ്മു ഹക്കീം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നബിയെ, എനിക്ക് ഒരേ ഒരു കാര്യമാണ് നിങ്ങളോട് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. എൻ്റെ ഭർത്താവ് ഇക്രിമ, അദ്ദേഹത്തിന് സത്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ അദ്ദേഹത്തെ ആക്രമിക്കുമോ, 4 ആളുകൾ എവിടെ കണ്ടാലും കൊന്നുകളയണം എന്ന് അങ്ങ് പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹം ഇവിടെ നിന്ന് നാട് വിട്ടിട്ട് യമനിലേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന് നിങ്ങൾ സംരക്ഷണം തരണം, അദ്ദേഹത്തിന് എല്ലാം നിങ്ങൾ പുറത്തു കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഉടനടി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഹു ആമിനൂൻ, അദ്ദേഹം നിർഭയനാണ്, ഹി സേഫ്, അദ്ദേഹം സേഫാണ്, ഇവിടേക്ക് വരാൻ പറഞ്ഞുകൊള്ളുക എന്നതാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുന്ന, പ്രവാചകൻ്റെ കൂടെ ജീവിക്കുന്ന മനുഷ്യർക്ക് ആ മറുപടി ഒട്ടും അപ്രതീക്ഷിതമായിരുന്നില്ല. കാരണം എത്ര കൊടിയ ശത്രുവാണെങ്കിൽ പോലും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രമേൽ കരുണയോടെ അവരോടെല്ലാം പുറത്തു കൊടുക്കുന്ന ചരിത്രവും സംഭവങ്ങളും അവരെമ്പാടും കണ്ടുകൊണ്ടാണ് ഇവിടേക്ക് വരുന്നത്. പക്ഷേ ഉമ്മു ഹക്കീമിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രതികരണം വളരെ അപ്രതീക്ഷിതമായിരുന്നു. അവരുടെ ഈമാൻ അത്രമേൽ ദൃഢമായി വിശ്വസിക്കാൻ, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രമേൽ സ്നേഹിക്കാൻ തൻ്റെ ഭർത്താവിന് പ്രവാചകന് സംരക്ഷണം ഒരുക്കിയത് വളരെ വലിയ മരുന്നായിട്ട് പിന്നീട് മാറുന്നുണ്ട്. അങ്ങനെയാണ് നാട് വിട്ടുപോയ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഇവിടേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഉമ്മു ഹക്കീം യമനിലേക്ക് ഒരു യാത്ര ചെല്ലുന്നത്. ഉമ്മു ഹക്കീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമേറിയ ഒരു യാത്രയായിരുന്നത്. കാരണം കൂടെ സംരക്ഷണത്തിന് ആരുമില്ല. കൂടാതെ അവർ കൂട്ടുന്നത് തൻ്റെ റോമക്കാരനായ ഒരു അടിമയാണ്. മറ്റ് സംരക്ഷകരൊന്നുമില്ലാതെ അത്രയും വഴി ദൂരം, ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീ മരുഭൂമിയിലൂടെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുക എന്നുള്ളത് വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു യാഥാർത്ഥ്യമായിരുന്നു. ആ അവസരത്തിൽ പോലും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഈ ദീനിലേക്ക്, ഈ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു വരുത്താനും അദ്ദേഹത്തെ നാടുവിടാൻ സമ്മതിക്കാതെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാനുമൊക്കെ അവർ കാണിക്കുന്ന വലിയ ശ്രമങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. അങ്ങനെ അവർ മരുഭൂമിയിലൂടെ ആ ഒട്ടകപ്പുറത്ത് അവരുടെ സഞ്ചാരം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവർ പേടിച്ചത് തന്നെ സംഭവിക്കുകയാണ്. ശക്തനും മല്ലനുമായിരുന്ന അവരുടെ റോമക്കാരനായ അടിമ
തൻ്റെ യജമാനയാണ് എന്നതുപോലും ഓർക്കാതെ ഈ ഉമ്മു ഹക്കീം റളിയല്ലാഹു അൻഹയോട് ലൈംഗികമായിട്ടുള്ള അഭിനിവേശങ്ങൾ കാണിക്കുകയും ആ നീചകൃത്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ക്ഷണിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ ബുദ്ധിമതിയായിരുന്ന ഉമ്മു ഹക്കീം റളിയല്ലാഹു അൻഹ നേരിട്ട് അദ്ദേഹത്തെ എതിർക്കുന്നില്ല. അവരോട് പറയുന്നത്, നമുക്ക് അടുത്തൊരു പട്ടണമുണ്ട്, അവിടെ എത്തിയിട്ട് നമുക്കാവാം എന്നതായിരുന്നു അവർ പറയുന്നത്. കാരണം ഈ മരുഭൂമിയിൽ വെച്ചുകൊണ്ട് ആ ശക്തനായ അടിമയോട് എതിർത്ത് കഴിഞ്ഞാൽ മൽപ്പിടുത്തത്തിൽ വളരെ എളുപ്പത്തിൽ എന്നെ കീഴ്പ്പെടുത്താൻ ആ അടിമക്കാവും എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പറഞ്ഞു മയപ്പെടുത്തി മുന്നോട്ട് യാത്ര കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു ഉമ്മു ഹക്കീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ യമനിൻ്റെ സമീപത്തുള്ള അക്ക് എന്ന പ്രദേശത്തെത്തിയപ്പോൾ തൻ്റെ അടിമ ഒരു വിശ്രമ സമയത്ത് ഉറങ്ങിക്കിടക്കുമ്പോൾ തൻ്റെ കൂടാരത്തിൽ നിന്നും പതിയെ ഇറങ്ങിയ ഉമ്മു ഹക്കീം റളിയല്ലാഹു അൻഹ ഉടനെ ചെന്നുകൊണ്ട് ആ നാട്ടുകാരോട് ഇത്രയും സമയം താൻ സഞ്ചരിച്ചു കൊണ്ടിരുന്ന വാർത്തയും ഇത്രയും നേരം താൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷ്യവും തൻ്റെ കൂടെ സഞ്ചരിക്കുന്ന അടിമ തന്നെ ലൈംഗികമായിട്ട് അതിക്രമിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ആ നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ആ അടിമയെ അവിടെ ബന്ധനസ്ഥനാക്കുകയാണ്. ചരിത്രം നമ്മൾ ഈ 21-ാം നൂറ്റാണ്ടിൽ ഇരുന്നു കൊണ്ട് ആ 6-ാം നൂറ്റാണ്ടിൻ്റെ കറുകറുത്ത ഡാർക്ക് ഏജ് എന്ന് വിളിക്കുന്ന ആ കെട്ടകാലത്തിൻ്റെ കഥകൾ വായിക്കുമ്പോൾ പോലും അന്ന് ആ സ്ത്രീക്ക് ആ നാടൊരുക്കുന്ന സംരക്ഷണം, ആ പവിത്രമായ അവരുടെ സ്വഭാവ ഗുണങ്ങളെല്ലാം നമ്മൾ വായിച്ചെടുക്കണമെന്ന് അടിവരയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ചരിത്രം അങ്ങനെ മുന്നോട്ട് പോകുന്നു. പിന്നീട് അവരൊറ്റക്കാണ് അവിടെ നിന്നും യമനിൻ്റെ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നത്. ഇക്രിമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു തുറമുഖ പ്രദേശത്തെത്തുകയും അവിടെ നിന്ന് കപ്പൽ വഴി അവിടെ അബിസീനിയയിലേക്ക് യാത്ര ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ടായിരുന്ന ഒരു ലക്ഷ്യം. അങ്ങനെയാണ് ആ കപ്പലിലെ നാവികൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ഇക്രിമ ചോദിക്കുന്നത്, എന്നെ കൂടെ നിങ്ങളുടെ കൂടെ കൂട്ടുമോ? ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കപ്പൽ നിവാസികളും അതിൻ്റെ നാവികന്മാരും എല്ലാവരും മുസ്ലിങ്ങളായിരുന്നു. അവർ പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം നിങ്ങളെ സ്വയം സംരക്ഷിക്കുക, അതിനുശേഷം ഞാൻ നിങ്ങളെ സംരക്ഷിക്കാം. ഇക്രിമക്ക് എന്താണ് ആ ക്യാപ്റ്റൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? ആ സമയത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുക, അതിനുശേഷം എവിടേക്കാണോ നിങ്ങൾക്ക് പോവേണ്ടത് അവിടേക്ക് നിങ്ങളെ ആക്കിത്തരാം. അദ്ദേഹം അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്, എന്നിട്ടിപ്പോൾ ഇവിടെ എത്തിയപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. അങ്ങനെ അദ്ദേഹം അതിൽ നിന്നൊക്കെ മാറി ആ തുറമുഖത്തിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ ശക്തമായിട്ടുള്ള കൊടുങ്കാറ്റ് അനുഭവപ്പെടുകയാണ്. അവിടെ ശക്തമായ കൊടുങ്കാറ്റിൽ താൻ സഞ്ചരിക്കാനിരിക്കുന്ന കപ്പൽ പോലും ആടിയുലഞ്ഞ് നശിക്കാനിരിക്കുകയാണ്. അവിടെ ഇരിക്കുന്ന ആളുകൾ മുഴുവനും അള്ളാഹുവിലേക്ക് കൈയുയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു കൊടിയ ആപത്തിൽ നിന്നും തങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി. ആ സമയത്ത് ഇക്രിമ അവിടെ നിന്നിട്ട് ലാത്തയോടും മുസ്സയോടൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കൂടെയുള്ള ആളുകൾ അദ്ദേഹത്തോട് ദേഷ്യപ്പെടുകയാണ്. ഇതിനാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ഒരിക്കലും നിൽക്കേണ്ടതില്ല, അള്ളാഹുവിനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ നിങ്ങളെ സംരക്ഷിക്കുകയുള്ളൂ എന്ന് കൂടെയുള്ള ആളുകളൊക്കെ ഇക്രിമയോട് പറയുകയാണ്. ഉടനെ ഇക്രിമയുടെ മനസ്സിൽ കാര്യമായിട്ടുള്ള ചലനങ്ങൾ സംഭവിക്കുന്നു. അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹുവേ, ഞാനെങ്ങാനും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ, ഈ കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പ്രവാചകൻ്റെ അടുത്തേക്ക് ചെല്ലുകയും അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും ഒക്കെ ചെയ്തു കൊള്ളാം എന്നൊരു ശബ്ദം അദ്ദേഹം മനസ്സിലെടുക്കുന്നുണ്ട്. ആ വേളയിലേക്കാണ് തൻ്റെ പ്രിയപ്പെട്ട പത്നി ഉമ്മു ഹക്കീം റളിയല്ലാഹു അൻഹ അവിടേക്ക് ചെല്ലുന്നത്. ഉമ്മു ഹക്കീമിനെ കണ്ടപാടെ ഇക്രിമ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. എങ്ങനെയാണ് അവൾ ഇവിടെ എത്തിയത്? ഇത്രയും വഴിദൂരം അവൾ ഒറ്റയ്ക്ക് കടന്നു വന്നു എന്ന് അത്ഭുതം കൂറുന്ന വാക്കുകളൊക്കെ പറയാനുണ്ട്. പക്ഷേ ഉമ്മു ഹക്കീം റളിയല്ലാഹു അൻഹ നേരെ വന്നുകൊണ്ട് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണവും പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വരൂ, നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാം എന്ന ആശ്വാസത്തിൻ്റെ വാക്കുകളാണ്. ഇക്രിമയെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായ എന്തോ ആണ് താൻ കേട്ടത് എന്ന് മാത്രമേ ഓർമ്മയുള്ളൂ. വീണ്ടും ചോദിക്കുമ്പോൾ നാട്ടിൽ നടന്ന എല്ലാവിധ കാര്യങ്ങളും, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെത്തിയതും അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും പുറത്തു കൊടുത്തതും അവരെ എല്ലാവർക്കും നിർഭയത്വം പ്രഖ്യാപിച്ചതുമായ കാര്യങ്ങളാണ് ഈ ഉമ്മു ഹക്കീം റളിയല്ലാഹു അൻഹ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുന്നത്. അങ്ങനെ അവരുടെ യാത്ര അവർ കഴിഞ്ഞുപോയ അക്ക എന്ന പ്രദേശത്തെത്തിയപ്പോൾ തൻ്റെ അടിമയെപ്പറ്റിയും അടിമ വഴിയിൽ വെച്ചുകൊണ്ട് തന്നോട് ചെയ്ത ചെയ്തികളെല്ലാം തൻ്റെ ഭാര്യ ഈ ഇക്രിമയോട് പറയുന്നുണ്ട്. ഉടനടി ഇക്രിമ ചെന്നുകൊണ്ട് ആ അടിമയെ അവിടെ വെച്ചുകൊണ്ട് കൊലപ്പെടുത്തുകയാണ്. അദ്ദേഹം സംബന്ധിച്ചിടത്തോളം അത് ഷഹാദത്ത് ചെല്ലുന്നതിന് മുൻപ്, അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നതിന് മുൻപ് നടത്തിയ ഒരു കൊലപാതകമായിട്ടും മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അങ്ങനെ അവർ വീണ്ടും അവരുടെ യാത്ര തുടങ്ങുന്നു. മക്കയുടെ സമീപത്തെത്തിയപ്പോൾ ഒരു ദിവസം മരുഭൂമിയിൽ വെച്ചുകൊണ്ട് അവർ ഒരു ടെൻറ്റിൽ രാപ്പാർക്കുകയാണ്. ആ സമയത്ത് തൻ്റെ ഭാര്യയെ സ്പർശിക്കുന്ന ഇക്രിമയോട് തൻ്റെ ഉമ്മു ഹക്കീം എന്ന പതിവ്രതയായ ഭാര്യ പറയുന്നത്, നിങ്ങൾക്ക് എന്നെ തൊടാൻ പറ്റില്ല, നിങ്ങൾക്ക് എന്നെ കേവലം സ്പർശിക്കാൻ പോലും ആവില്ല, കാരണം ഞാൻ മുസ്ലിമാണ്, നിങ്ങൾ അവിശ്വാസിയാണ്.
നിങ്ങൾ മുസ്ലിം ആയതിനു ശേഷം മാത്രം, ശുദ്ധിയായതിനു ശേഷം മാത്രമേ നമ്മുടെ ദാമ്പത്യ ജീവിതം പോലും നിലനിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ സ്പർശിക്കാനാവില്ല എന്നുപോലും പറഞ്ഞുകൊണ്ട് അത്രമേൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ദൃഢമായ ഈമാനിൻ്റെ പ്രഭജ്വലിക്കുന്ന ധീര വനിതയായിട്ട് മാറുന്ന ഉമ്മു ഹക്കീം റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇക്രിമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇത്രയും വലിയ മാറ്റം എങ്ങനെയാണ് തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് സംഭവിച്ചത്? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യത്തോടെയുള്ള സമീപനം എന്നത് മാത്രമായിരുന്നു അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ഒരു ലക്ഷ്യം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖുർആൻ പറയുന്നത് പോലെ തന്നെ, നബിയെ, അങ്ങെങ്ങാനും ശിലാഹൃദയനായിരുന്നുവെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊന്നും ഇപ്പോൾ കൂടെ ഉണ്ടാകുമായിരുന്നില്ല എന്നതാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖുർആൻ പോലും പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യമാണ്, സ്വഹാബത്തിൻ്റെ മഹത്തരമായ പെരുമാറ്റ രീതികളാണ് ഇസ്ലാമിനെ ഇത്രമേൽ സുന്ദരമായിട്ട് വളർത്തിയത് എന്ന് ചരിത്രം ഓരോ ആഖ്യാനങ്ങളിലെത്തുമ്പോഴും നമ്മോട് പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ അവർ മക്കയുടെ സമീപ പ്രദേശങ്ങളിൽ എത്തിയപ്പോഴേക്കും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വിവരമെത്തുന്നു. അബൂജഹലിൻ്റെ മകൻ, കൊടിയ ശത്രുവായിരുന്ന ഫിർഔനു ഹാദിഹിൽ ഉമ്മ എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ച അതേ അബൂജഹലിൻ്റെ മകൻ മുസ്ലിം ആവാൻ വേണ്ടിയിട്ട് തൻ്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. ഉടനടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യുന്ന മനോഹരമായ ഒരു കാര്യമുണ്ട് ചരിത്രത്തിൽ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരെയും കഅബയുടെ സമീപത്തേക്ക് വിളിച്ചു കൂട്ടുകയാണ്. എന്നിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അവസരത്തിൽ നടത്തുന്ന മനോഹരമായൊരു പ്രഖ്യാപനമുണ്ട്. സയഅതീകും ഇക്രിമ ബിനു അബൂജഹൽ മുഅ്മിനൻ മുഹാജിറൻ ഫലാ തസുബ്ബു അബാ ഫഇന്ന സബ്ബൽ മയ്യിതി യുദിൽ ഹയ്യ വലാ യബ്ലുൽ മയ്യിത്ത്. തീർച്ചയായും ഇക്രിമ ബിനു അബൂജഹൽ എന്ന അബൂജഹലിൻ്റെ മകൻ നമ്മുടെ അടുത്തേക്ക് മുസ്ലിമായിക്കൊണ്ട്, മുഅ്മിനായിക്കൊണ്ട്, പലായനം ചെയ്തുകൊണ്ട് മക്കയിലേക്ക് വരാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഒരിക്കലും അബൂജഹലിനെ കുറ്റം പറയുന്ന വാക്കുകൾ ഒന്നും അദ്ദേഹം ഇവിടെ ഉണ്ടാകുമ്പോൾ പറയരുത്. കാരണം മരിച്ചവരെ പറ്റി നമ്മൾ നടത്തുന്ന ഇതുപോലെയുള്ള അപവാദങ്ങൾ മരിച്ചവരിലേക്ക് ഒരിക്കലും എത്തുകയില്ല. അവരുടെ ബന്ധുക്കളായ പ്രിയപ്പെട്ട മനുഷ്യർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇക്രിമ ബിൻ അബൂജഹൽ മുസ്ലിം ആയിക്കൊണ്ട് മക്കയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അബൂജഹലിനെ പറ്റി, അദ്ദേഹത്തിൻ്റെ കുറ്റങ്ങളെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ അപവാദങ്ങളെപ്പറ്റി നിങ്ങൾ മിണ്ടിപ്പോകരുത് എന്ന് താക്കീത് ചെയ്യുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പ്രവാചകനെ എത്രമേൽ ക്രൂരമായി പീഡിപ്പിച്ചിരുന്ന ഒരു മനുഷ്യനെയാണ് തിരിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രയും മനോഹരമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് ചരിത്രം നമ്മോട് പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറയുന്നു, സ്വഹാബത്ത് എല്ലാവരും അത് അനുസരിക്കുന്നുണ്ട്. അങ്ങനെ ഇക്രിമ നേരെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വരുന്നു. ഇക്രിമ വരുന്നുണ്ട് എന്നറിഞ്ഞതോടുകൂടെ മക്ക മുഴുവനും സന്തോഷഭരിതമായ നിമിഷങ്ങളിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കൊടിയ ശത്രുവായിരുന്ന അബൂജഹലിൻ്റെ മകൻ ആ ശത്രുതയെല്ലാം മറന്ന് ഇസ്ലാം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ശ്ലാഘനീയമായ, സന്തോഷ നിർഭരമായ ഒരു നിമിഷമാണ്. അവരെല്ലാവരും ഇക്രിമയ്ക്ക് വേണ്ടിയിട്ട് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന നിമിഷമായിരുന്നു അത്. അങ്ങനെ ഇക്രിമ മക്കയുടെ അതിർത്തി കടന്ന് മക്കയിലേക്ക് വരികയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹത്തോടുകൂടെ അദ്ദേഹത്തെ ചെന്ന് സ്വാഗതം ചെയ്യുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഴിച്ചു വെച്ചിരുന്ന മേൽത്തട്ടം അതുപോലും എടുത്തണിയാതെ ഇക്രിമയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു, അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ശേഷം ഇക്രിമ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുകയാണ്. അങ്ങനെ ഇക്രിമ അത് ഏറ്റു ചൊല്ലുന്നു. വളരെ മനോഹരമായ ഒരു ദിവസമായിരുന്നു ഫത്ഹ് മക്കയ്ക്ക് ശേഷം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും വളരെ കുറച്ച് ദിവസം അവർ മക്കയിൽ തന്നെ തങ്ങുന്നുണ്ട്. ആ അവസരത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്നോട് എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? ആ സമയത്ത് ഇക്രിമ പറയുന്നുണ്ട്, നബിയെ, എന്നോട് നിങ്ങൾ പൊറുക്കണം. ഇത്രയും കാലം ഞാൻ നിങ്ങളെ അത്രമേൽ ക്രൂരമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ പിതാവും ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ എല്ലാം നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട്, കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്, നിങ്ങളെപ്പറ്റി അപവാദങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കുറ്റം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാം പുറത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നതാണ് ആദ്യ നിമിഷത്തിൽ തന്നെ ഇക്രിമ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നത്, അഭ്യർത്ഥിക്കുന്നത്. ഉടനടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എല്ലാം പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. ശേഷം ഇക്രിമ ബിൻ അബൂജഹൽ അവിടെ നടത്തുന്ന മനോഹരമായൊരു പ്രഖ്യാപനമുണ്ട്. ഇത്രയും കാലം ഇസ്ലാമിനെ അവഹേളിക്കാൻ വേണ്ടി, പ്രവാചകനെ ആക്രമിക്കാൻ വേണ്ടി, പരിഹസിക്കാൻ വേണ്ടിയാണ്
ഇക്രിമയുടെ ഓരോ നിമിഷവും, ജീവിതത്തിലെ ഓരോ നിമിഷവും ഞാൻ ചിലവഴിച്ചത്. പക്ഷേ ഇന്നു മുതൽ എൻ്റെ ജീവിതം ഇവിടെ മാറുകയാണ്. ഇന്നു മുതൽ അതേ സമ്പത്ത് എത്രയാണോ ഞാൻ ഇസ്ലാമിനെ അവഹേളിക്കാൻ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ തകർക്കാൻ വേണ്ടി ഉപയോഗിച്ച അതിലും വലിയ സമ്പത്ത് ഞാൻ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഇത്രയും കാലം ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന എൻ്റെ വാള് ഇന്നു മുതൽ ആ ഇസ്ലാമിൽ പടപൊരുതാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും വലിയ ശ്ലാഘനീയമായ കാഴ്ചപ്പാടുകളും പ്രഖ്യാപനങ്ങളുമായിട്ടാണ് ഇക്രിമ ബിൻ അബൂ ജഹൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. നിർബന്ധ പരിവർത്തനങ്ങൾ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ എവിടെ എടുത്ത് നോക്കുകയാണെങ്കിലും, സഹാബത്തിൻ്റെ ചരിത്രം നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിലും എവിടെയും നിങ്ങൾ കാണാനാവില്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ മതപരിവർത്തനമായിരുന്നില്ല, അവരുടെ മനസ്സിനെയായിരുന്നു അത്രമേൽ മനോഹരമായിട്ട് മാറ്റിക്കളഞ്ഞിരുന്നത്. അത്രമേൽ കൊടിയ ശത്രുക്കളായിരുന്ന മനുഷ്യനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ നെഞ്ചോടൊന്ന് ചേർത്ത് പിടിക്കലോടുകൂടെ ഇതുവരെ സീരിയസിൽ നമ്മൾ പറഞ്ഞു വെച്ച എല്ലാതും നിങ്ങളെടുത്ത് കേട്ടു നോക്കുക. ഹംസ റളിയല്ലാഹു അൻഹു ആയിക്കൊള്ളട്ടെ, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആയിക്കൊള്ളട്ടെ, മറ്റു ഏത് പ്രമുഖരായ സ്വഹാബാക്കളെയും നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ അത്രമേൽ കൊടിയ ശത്രുക്കളായിരുന്നവരെല്ലാം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹമസൃണമായ ആ പെരുമാറ്റ മര്യാദകൾ കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന മനോഹരമായ കാഴ്ച. പിന്നീട് അങ്ങോട്ട് എല്ലാ യുദ്ധവേളകളിലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൂടെ ഇക്രിമ പടപൊരുതുകയും ഇസ്ലാമിന് വേണ്ടിയിട്ട് അത്രമേൽ ശ്ലാഘനീയമായ സംഭാവനകൾ അർപ്പിക്കുകയും ചെയ്യുന്ന ഉത്തമ സ്വഹാബിയായിട്ട് ഇക്രിമ ബിൻ അബൂ ജഹൽ മാറുന്ന കാഴ്ചയാണ് ചരിത്രം നമ്മോട് പറയുന്നത്. നിസ്കാരവേളകളിലും പള്ളികളിലൊക്കെ അത്രമേൽ താഴ്മയോടുകൂടെ താൻ ജീവിതത്തിൽ ഇന്നേ വരെ ചെയ്തു പോയ തെറ്റുകൾക്ക് അത്രമേൽ പക്ഷാതാപഭാവത്തോടു കൂടെയാണ് ഇക്രിമ പള്ളിയിലൊക്കെ ഉണ്ടായിരുന്നത്. പോർക്കളത്തിലാകട്ടെ ഇസ്ലാമിൻ്റെ വിജയക്കൊടി അത്രമേൽ ഉയർത്തിക്കെട്ടാൻ വേണ്ടിയിട്ട് സിംഹത്തെപ്പോലെ ഗർജിച്ചുകൊണ്ട് പടപൊരുതുന്ന ഇക്രിമയെ ഖുർആൻ പഠിക്കുകയും ഇടയ്ക്കിടയ്ക്ക് തനിക്ക് ഇത്രയും കാലം നഷ്ടപ്പെട്ടു പോയ ആ ഖുർആൻ അതത്രമേൽ സ്നേഹത്തോടുകൂടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുന്ന ഇക്രിമയെ പല സ്വഹാബാക്കളും കണ്ടിട്ടുണ്ട്. ഫതഹ് മക്കയ്ക്ക് ശേഷം മദീനയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഈ മദീനയിലുണ്ടായിരുന്ന പല സ്വഹാബാക്കളും അവർ ഈ അബൂജഹലിനെയോ അല്ലെങ്കിൽ ഇക്രിമയോ മുമ്പ് കണ്ടിട്ടില്ല. അവരെല്ലാവരും അബൂജഹലിൻ്റെ മകൻ വന്നിട്ടുണ്ട്, അബൂജഹലിൻ്റെ മകൻ വന്നിട്ടുണ്ട്, അവർ ഇസ്ലാമിലേക്ക് കടന്നെന്ന സന്തോഷ വാർത്തയൊക്കെ പറഞ്ഞ് പരത്തുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര വിഷമായി. കാരണം തൻ്റെ പിതാവിൻ്റെ പേരിൽ താൻ ഒരിക്കലും ഇനി അറിയപ്പെടരുത്. പിതാവ് ശത്രുപക്ഷത്തായിരുന്നു, ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിരുന്നെങ്കിൽ ഇന്ന് താൻ ഇസ്ലാമിൽ വിശ്വസിക്കുകയും ഇസ്ലാമിന് വേണ്ടിയിട്ട് പടപൊരുതുകയും ചെയ്യുന്ന ആളായി മാറിയത് കൊണ്ട് തന്നെ പിതാവിൻ്റെ ലേബലിൽ തനിക്ക് ഒരിക്കലും അറിയപ്പെടേണ്ട എന്ന ശപഥം ഇക്രിമക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് പരാതിയുമായിട്ട് ഇക്രിമ ചെല്ലുന്നുണ്ട്. ഞാൻ എൻ്റെ പിതാവിൻ്റെ പേരിൽ തന്നെയാണ് പലരും എന്നെ അഭിസംബോധന ചെയ്യുന്നത്, അതെനിക്കൊരിക്കലും ഇഷ്ടമില്ല, അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരാതി പറയുന്ന ഇക്രിമ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോട് നിസ്കാരശേഷം അത് വീണ്ടും നേരത്തെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ മരിച്ചവരെ നമ്മൾ അപവാദം പറയുക എന്നുള്ളത്, അല്ലെങ്കിൽ അവരെ വെച്ച് അഭിസംബോധന ചെയ്യുക എന്നുള്ളത് ആ മരിച്ചവരിലേക്ക് അത് എത്തുകയും ചെയ്യുന്നില്ല, ജീവിച്ചിരിക്കുന്നവരെയാണ് അത് ബുദ്ധിമുട്ടിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതൊരിക്കലും ചെയ്യരുത് എന്ന് ഇക്രിമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ കൂടിയിരിക്കുന്ന മനുഷ്യരോടെല്ലാവരോടും പറയുകയാണ്. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ സമയത്ത് യർമുക്ക് യുദ്ധത്തിലെല്ലാം അത്രമേൽ ധീരമായ യുദ്ധപോർമുഖങ്ങളിലെല്ലാം പോരാടുന്ന ഇക്രിമ സക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ഇനി ഞങ്ങൾ സക്കാത്ത് നൽകില്ല എന്ന് പറഞ്ഞ ആളുകളുടെ നിന്നെല്ലാം അവരുടെ നിന്ന് സക്കാത്ത് പിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി യമനിലേക്ക് അബൂബക്കർ തങ്ങൾ പറഞ്ഞേക്കുന്നത് ഇതേ ഇക്രിമയാണ്. ശേഷം അവിടെ ഗവർണറായിക്കൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇക്രിമയെ നിയോഗിക്കുന്നതും. ഒരു ദിവസം അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെല്ലുമ്പോൾ ഒരു വലിയ ടെൻറ്റ് നിറയെ ഒരുപാട് ധാന്യങ്ങളും സ്വർണ്ണ നാണയങ്ങളും ഒട്ടകങ്ങളൊക്കെ കുമിഞ്ഞുകൂടി കിടക്കുന്നത് കാണുന്നു. ആളുകളോട് ചോദിച്ചപ്പോൾ പറയുന്നു അത് ഇക്രിമ തൻ്റെ സമ്പത്തിൽ നിന്നും പൊതുഖജനാവിലേക്ക് സംഭാവന ചെയ്തതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് കണ്ടിട്ട് ഏറെ സന്തോഷിക്കുന്നുണ്ട്. ഇക്രിമ റളിയല്ലാഹു അൻഹു അന്ന് മുതൽ താൻ ഇസ്ലാമിന് നേരത്തെ കൊടുത്ത പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത വാക്ക് മുഴുവനും ഇവിടെ പാലിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് നടന്ന യർമുക്ക് യുദ്ധത്തിലാണ് പിന്നീട് ഇക്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെ വളരെ മനോഹരമായ ചരിത്രവും അദ്ദേഹത്തിൻ്റെ വഫാത്തും ഒക്കെ സംഭവിക്കുന്നത്. യർമുക്ക് യുദ്ധത്തിൻ്റെ ആദ്യ വേളയിൽ തന്നെ അത്രയും വലിയ റോമൻ പട്ടാളക്കാരോട് മുസ്ലിങ്ങൾ ആദ്യ ദിനത്തിൽ തന്നെ പരാജയം നുണഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് തൻ്റെ കുതിരപ്പുറത്ത് നിന്നും ഇറങ്ങിയിട്ട് തൻ്റെ വാളുറയിൽ നിന്നും ഊരിയെടുത്ത്
വാളുറ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുകൊണ്ട് ഇനി ഇത് വാളുറയിലേക്ക് ഇടാൻ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് കാലാൾ പടക്കൊപ്പം പോകുന്ന ഇക്രിമ ബിൻ അബൂ ജഹലിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആ യുദ്ധത്തിൻ്റെ നേതാവ് പറയുകയാണ്, ഇക്രിമ, നിങ്ങളിതൊരിക്കലും ചെയ്യരുത്. 62 വയസ്സായിട്ട് പ്രായമായിട്ടുണ്ടെന്ന്. അതുകൊണ്ട് നിങ്ങൾ കാലാൾ പടയുടെ കൂടെ പോകേണ്ടതില്ല, യുവാക്കളായ ആളുകൾ അതിനുണ്ട്, നിങ്ങൾ ഈ കുതിരപ്പുറത്ത് തന്നെ നിങ്ങൾ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ഇക്രിമ റളിയല്ലാഹു അൻഹു ഖാലിദ് തങ്ങളോട് പറയുന്ന മറുപടിയുണ്ട്. ഓ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, നിങ്ങൾ ഇത്രയും കാലം പ്രവാചകന്റെ കൂടെ എല്ലാ യുദ്ധ പോർമുഖങ്ങളിലും പോരാടി അത്രയും പ്രതിഫലം ഏറ്റുവാങ്ങിയ ആളുകളാണ്. ഞാനും എൻ്റെ പിതാവും ഒക്കെ ആ ശത്രുപക്ഷത്ത് നിന്ന് പ്രവാചകനെതിരെ പോരാടിയിരുന്ന ആളുകളാണ്. ഞാൻ ഇപ്പോഴെങ്കിലും ആ ദീനിന് വേണ്ടി, ആ പ്രവാചകൻ്റെ മതത്തിന് വേണ്ടി, നമ്മുടെ മതത്തിന് വേണ്ടി പോരാടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ന് നൽകിയ വാഗ്ദാന പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് കാലാൾ പടക്കൊപ്പം പോകുന്ന ഇക്രിമ ബിൻ അബൂ ജഹലിനെ നമ്മൾ കാണുന്നു. പോർക്കളത്തിൽ അത്രമേൽ ധീരമായിട്ട് അദ്ദേഹം പോരാടുകയാണ്. ശേഷം ആ യുദ്ധത്തിൽ വെച്ചുകൊണ്ട് തന്നെയാണ് 2 ലക്ഷം റോമൻ പടയാളികൾക്കെതിരെ ഇസ്ലാം വിജയിക്കുന്നുണ്ടെങ്കിൽ പോലും ആ യുദ്ധത്തിൽ വെച്ചുകൊണ്ട് അദ്ദേഹം അള്ളാഹുവിലേക്ക് വിടവാങ്ങുകയാണ്. ആ യുദ്ധ സമയത്താണ് ചരിത്രത്തിൽ നമ്മൾ പലവട്ടം വായിക്കുന്ന മനോഹരമായ ആ സംഭവം നടക്കുന്നത്. ഹാരിസ് ബിൻ ഹിഷാം റളിയല്ലാഹു അൻഹു ഷഹീദാവുന്നത് മതയുദ്ധത്തിലാണ്. അദ്ദേഹം മരണപ്പെട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ മരണത്തിൻ്റെ അവസാന വേളയിൽ കിടക്കുന്ന സമയത്താണ് ഒരു സഹാബി കുറച്ച് വെള്ളവുമായിട്ട് ഹാരിസ് ബിൻ ഹിഷാം റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. ആ സമയത്താണ് തൊട്ടപ്പുറത്ത് ഇക്രിമ ബിൻ അബൂ ജഹൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണവേദന, പ്രാണവേദന കടിച്ചു പിടിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ കരച്ചിലുകൾ കേൾക്കുന്നത്. ഉടനെ ഹാരിസ് ബിൻ ഹിഷാം പറയുന്നുണ്ട് ആ സ്വഹാബിയോട്, വെള്ളവുമായിട്ട് വന്ന സ്വഹാബിയോട് പറയുന്നു, വെള്ളം നിങ്ങൾ ഇക്രിമക്ക് കൊണ്ടു കൊടുക്കുക. ഇക്രിമ റളിയല്ലാഹുവിൻ്റെ അടുത്ത് വെള്ളവുമായിട്ട് ചെല്ലുമ്പോൾ തൊട്ടപ്പുറത്ത് അയ്യാശ് ബിൻ അബീ റബിയ ഈ മരണവേദന കടിച്ചു പിടിച്ചുകൊണ്ട് കരയുന്ന വാക്കുകളാണ് കേൾക്കുന്നത്. ഉടനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വെള്ളവുമായിട്ട് ചെല്ലാൻ പറയുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കുടിക്കുന്നില്ല. മൂന്നാമത് ആളുടെ അടുത്ത് എത്തിയപ്പോഴേക്കും അയ്യാശ് ബിൻ റബിയ റളിയല്ലാഹു അൻഹു ഷഹീദായിരുന്നു. ശേഷം പിന്നീട് ഇക്രിമയുടെ അടുത്തേക്ക് വരുമ്പോൾ അദ്ദേഹവും ഷഹീദാവുന്നു. ഹാരിസ് ബിൻ ഹിഷാം റളിയല്ലാഹു അൻഹു ഷഹീദാവുന്നു. അങ്ങനെ പരസ്പര സ്നേഹത്തിൻ്റെ പേരിൽ 3 പേരും അവരുടെ മരണവെപ്രാളത്തിൽ പോലും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ അവരെല്ലാവരും അത്രമേൽ മനോഹരമായിട്ട് ഒരു മാലയിലെ മുത്തുമണികൾ എന്ന പോലെ മനോഹരമായിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോർത്ത് നിർത്തുന്ന ആ ഇസ്ലാമിൻ്റെ മനോഹാരിത വിളിച്ചോതുന്ന ഒരു ഷഹീദിൻ്റെ അല്ലെങ്കിൽ മരണ വാർത്തയാണ് യർമുക്ക് യുദ്ധം നമ്മെ പഠിപ്പിക്കുന്നത്. ആ യുദ്ധത്തിൽ തന്നെ അദ്ദേഹം ഷഹീദാവുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന ഉമ്മു ഹക്കീമിനെ സംബന്ധിച്ചിടത്തോളം ഇക്രിമയുടെ വഫാത്തിന് ശേഷം പിന്നീട് അദ്ദേഹം ഖാലിദ് ബിൻ സഈദ് എന്ന റളിയല്ലാഹു അൻഹുവിനെയാണ് പിന്നീട് വിവാഹം കഴിക്കുന്നത്. ഒരു യുദ്ധത്തിൽ വെച്ചുകൊണ്ട് ഇതേ റോമൻ പടയാളികളോട് അദ്ദേഹവും ഷഹീദാകുകയാണ്. ആ യുദ്ധത്തിൽ ഉമ്മുൽ ഹക്കീം റളിയല്ലാഹു അൻഹയും കൂടെ ചെല്ലുന്നുണ്ട്. തൻ്റെ 2 ഭർത്താക്കന്മാരെയും കൊലപ്പെടുത്തിയ റോമൻ പടയാളികൾക്കെതിരെ ആ ധീരയായ വനിത ഉടനടി വാളെടുത്തിട്ട് പടപൊരുതുകയാണ്. തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട 7 റോമൻ പടയാളികളെയും അവരെ കൊലപ്പെടുത്തുന്നു എന്നുള്ളതാണ് ചരിത്രം. അങ്ങനെ ആ യുദ്ധത്തിൽ മുസ്ലിം സൈന്യം വിജയിക്കുന്നു. പക്ഷേ ആ അജ്നാദീൻ യുദ്ധത്തിലാണ് ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു തൻ്റെ 2ാം ഭർത്താവിനെയും അവർക്ക് നഷ്ടപ്പെടുകയാണ്. പിന്നീട് അവരെ വിവാഹം കഴിക്കുന്നത് ഖലീഫയായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഒരു വിധവയായ സ്ത്രീയെ സംരക്ഷിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ധീരയായ സ്ത്രീയെ, ഇസ്ലാമിക ചരിത്രത്തിൽ അത്രമേൽ ഇടമുള്ള ആ സ്ത്രീയുടെ സംരക്ഷണവും ഉത്തരവാദിത്വവും ഒക്കെ അത്രയും പ്രായമായിട്ടുണ്ട് ആ സമയമായപ്പോഴേക്കും അവരെ ഏറ്റെടുക്കുക എന്നുള്ളത് ഖലീഫയുടെ ഉത്തരവാദിത്തമായി കണ്ടുകൊണ്ടാണ് ഉമ്മു ഹക്കീം റളിയല്ലാഹു അൻഹയെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു അന്ന് വിവാഹം കഴിക്കുന്നത്. ചരിത്രത്തിലെ മനോഹരമായ ഏടുകളാണ് ഇക്രിമ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിലുള്ളത്. ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിട്ട് മാറുകയും പിന്നീട് ഇസ്ലാമിൻ്റെ ഏറ്റവും ശക്തനായ ധീര പോരാളിയായിട്ട് മാറുകയും ചെയ്യുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അനുചരനായിട്ട് മാറുന്ന ഇക്രിമ ബിൻ അബൂ ജഹലിൻ്റെ കഥ നമ്മോട് വളരെയധികം പാഠങ്ങൾ നമുക്ക് പകർന്നു നൽകുന്ന മനോഹരമായ ചരിത്രമാണ്. നാളെ ഇതേ സമയത്ത് മറ്റൊരു മനോഹരമായ കഥയുമായിട്ട് നമുക്ക് വീണ്ടും ഇരിക്കാം എന്ന് ആശിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.